പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ. താങ്ക് യു ടു all those who are working behind the youth department. God bless. നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ജെയിംസ്, the book of James chapter 4. book of James chapter 4. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ തിരിക്കാം. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ സ്തോത്രം 1, 2, 3 വാക്യങ്ങൾ വേഗത്തിൽ ആർക്കെങ്കിലും ഒന്ന് വായിക്കാം. ജെയിംസ് ചാപ്റ്റർ 4 verses 1 to 3. പ്രൈസ് ദി ലോർഡ്. പ്രാർത്ഥന എന്ന വിഷയം നമ്മൾ കഴിഞ്ഞ ചില ആഴ്ചകളായിട്ട് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്ട്ലി അതുമായി ബന്ധപ്പെട്ട് ദൈവിക സന്ദേശം കേട്ടുകൊണ്ടിരിക്കുകയാണ്. പ്രയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. ഓൾ ദ ചിൽഡ്രൻ പ്ലീസ് ബി അറ്റൻറ്റീവ്. പ്രയർ ഈസ് സോ ഇമ്പോർട്ടൻറ്റ്. പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന എന്ന് പറയുന്നത് ഇറ്റ്സ് ലൈക്ക് എ ബ്രെത്ത്. Prayer is like a breath. Are we able to live without breath? Hallelujah. More than 4 minutes, then your story will be സ്തോത്രം. അപ്പോൾ നമുക്ക് ബ്രെത്ത് ഹോൾഡ് ചെയ്യാൻ പറ്റത്തില്ല. ബ്രെത്ത് ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. ശ്വാസം ഇല്ലാതെ ജീവിക്കാൻ പറ്റത്തില്ല. The prayer is like breath. Hallelujah. So we need to pray constantly. നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നവരാണ്, പ്രാർത്ഥിക്കുന്നവരാകണം. പ്രാർത്ഥിക്കാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ അകത്ത് എന്ത് സംഭവിക്കുന്നു ചോദിച്ചാൽ, നിങ്ങളുടെ സ്പിരിറ്റിൽ ദൈവവുമായിട്ടുള്ള ബന്ധമില്ലാതെ ആ സ്പിരിറ്റും സ്ലീപ്പ് മോഡിലേക്കും പിന്നീട് മരണത്തിലേക്കും പോകാനുള്ള സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് ഹല്ലേലൂയ, നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കുന്നവരാകണം. സ്തോത്രം. പ്രാർത്ഥിക്കണം, നമ്മളെല്ലാവരും പ്രാർത്ഥിക്കണം. സ്തോത്രം. അപ്പോൾ ഇവിടെ യാക്കോബിൻ്റെ ലേഖനത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരു മെസ്സേജിൽ ഞാൻ അതിൻ്റെ കുറേ കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ ലേഖനത്തെക്കുറിച്ച് പറയുന്നില്ല. നമുക്കറിയാം, ഇത് 3-ാം അധ്യായത്തിൻ്റെ കണ്ടിന്യൂവേഷനായിട്ടാണ് നമ്മൾ വായിച്ചത്. അതിൻ്റെ കണ്ടിന്യൂവേഷനാണ്. ചാപ്റ്റേഴ്സൊക്കെ തിരിച്ചത് വളരെ ലേറ്റർ സ്റ്റേജിലാണ്. ലെറ്റർ എഴുതുമ്പം സാധാരണ ആരും ചാപ്റ്റർ വൈസ് എഴുതാറില്ല. ലെറ്റർ കണ്ടിന്യൂസ് ആയിട്ടാണ് എഴുതുന്നത്. പിന്നീട് പഠിക്കാനുള്ള സൗകര്യാർത്ഥം, in order to learn or study the word of God, the servants of God divided it into different chapters. In order to, it's easy to say that read James chapter 4 verse 2. If there was no 4 or 2, then how could we read that? To read, to understand, to learn the word of God, the servants of God divided it into chapters and verses. So it's a continuation. 4th chapter is a continuation of the 3rd chapter. The 3rd chapter deals with the divine wisdom, the difference between divine wisdom and the worldly wisdom. Hallelujah. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഡിവൈൻ വിസ്ഡവും വേൾഡ്ലി വിസ്ഡവും തമ്മിലുള്ള ഡിഫറൻസ് ആണ് 3-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത്. ലോകപ്രകാരമുള്ള ജ്ഞാനവും ദൈവത്തിൻ്റെ ജ്ഞാനവും തമ്മിലുള്ള വ്യത്യാസമാണ്. ഹല്ലേലൂയ. എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഹല്ലേലൂയ. ലോകപ്രകാരമുള്ള ജ്ഞാനത്തിനും സ്തോത്രം ദൈവിക ജ്ഞാനത്തിനും തമ്മിലുള്ള വ്യത്യാസമാണ് 13 മുതലുള്ള വാക്യങ്ങൾ. ഞാൻ ഒറ്റ വാക്കിൽ അത് പറഞ്ഞു വിടാം. Humility that comes from the divine wisdom. Humility comes from divine wisdom. Humility is part of divine wisdom. താഴ്മ, സൗമ്യത ഇവയൊക്കെയും ദൈവികമായ ജ്ഞാനത്തിൻ്റെ ലക്ഷണമാണ്. And jealousy and selfishness comes from worldly wisdom. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വേൾഡ്ലി വിസ്ഡം എന്ന് പറഞ്ഞാൽ by hook and crook I have to get the things which
I desire for. Praise the Lord. എത്ര പേർക്ക് മനസ്സിലാവും? ഞാൻ ആഗ്രഹിക്കുന്ന കാര്യം എങ്ങനെയും എനിക്ക് നേടിയെടുക്കണം. അതിനുവേണ്ടി ആരെയൊക്കെ ദ്രോഹിച്ചാലും ആരെയൊക്കെ വേദനിപ്പിച്ചാലും ഇറ്റ് ഡസൻറ്റ് മാറ്റർ ടു മീ. ഐ ഹാവ് ടു ജോബ് ഡൺ. ഐ ഹാവ് ടു ഗെറ്റ് വാട്ട് ഐ ഡിസയർ ഫോർ. അതാണ് വേൾഡ്ലി വിസ്ഡം, അല്ലേ? ലോകം പഠിപ്പിക്കുന്ന അതാ. അച്ചീവ് ചെയ്യണം. ആരെ നോ, യു ഹാവ് ടു കോമ്പീറ്റ് ആൻഡ് യു ഹാവ് ടു അച്ചീവ്. ഹല്ലേലൂയ. പക്ഷെ അതിനു വേണ്ടിയിട്ട് ആരെ ദ്രോഹിക്കാനും മടിയില്ല. അതാണ് ഇവിടെ പറയുന്നത്. നിങ്ങളിൽ ജ്ഞാനിയും, വേഴ്സ് 13 onwards, നിങ്ങളിൽ ജ്ഞാനിയും വിവേകിയുമായവനാർ. 3-ാം അധ്യായം 13 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, അവർ ജ്ഞാനലക്ഷണമായ സൗമ്യതയോടെ നല്ല നടപ്പിൽ തൻ്റെ പ്രവൃത്തികളെ കാണിക്കട്ടെ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കയ്പുള്ള ഈർഷ്യവും ശാഠ്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും ഫോഷ്ക്ക് പറയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും അത്രേ. വേൾഡ്ലി വിസ്ഡത്തെക്കുറിച്ച് പറയുകയാണ്. പ്രാകൃതം, പൈശാചികം എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ ഒന്നും ഗ്രേസ്ഫുൾ ആയിട്ടല്ലാതെ, ഹല്ലേലൂയ, കരുണയില്ലാതെ, ദയയില്ലാതെ ആ മറ്റുള്ളവരെ എല്ലാം ചവിട്ടി താഴ്ത്തി എനിക്ക് എല്ലാം നേടിയെടുക്കണം. അത് ദൈവികമല്ല. ഇറ്റ്സ് നോട്ട് ഡിവൈൻ. ഹല്ലേലൂയ. ആമേൻ. ഈർഷ്യയും ശാഠ്യവും ജലസി, സെൽഫിഷ്നെസ്, ഇതെല്ലാം വേൾഡ്ലി നോളജിൻ്റെ അല്ലെങ്കിൽ വേൾഡ്ലി വിസ്ഡം എന്നാണ് യാക്കോബ് പറയുന്നത്. അടുത്ത ഭാഗത്ത് പറയുന്നു, ആമേൻ, ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം, ഡിവൈൻ വിസ്ഡം. ഒന്നാമത് നിർമ്മലം, സമാധാനം, ശാന്തത, അനുസരണമുള്ളതും കരുണയും. 17 വായിക്കുന്നത്, 3:17. കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതും. അതാ ഡിവൈൻ. അപ്പോൾ ചോദിക്കും, ഡിവൈൻ വിസ്ഡം കൊണ്ട് നടക്കുന്നവർക്കൊന്നും കിട്ടത്തില്ലേ? ഗോഡ് വിൽ പ്രൊവൈഡ്. ഗോഡ് വിൽ ലീഡ് യു. ഗോഡ് വിൽ ഗിവ് യു, ആമേൻ, ഡിവൈൻ വിസ്ഡം ലൈക്ക് ഡാനിയേൽ. ഹല്ലേലൂയ. ദാനിയേലിനെ കുറിച്ച് പറയുന്നു, ആമേൻ, ഹി വാസ് എ മാൻ വിത്ത് എക്സലന്റ് സ്പിരിറ്റ്. അവൻ ഉത്കൃഷ്ട മാനസനായിരുന്നു. അതുകൊണ്ട് തന്നെ, ആമേൻ, സകല ദേശാധിപതിമാരിലും ഒക്കെ ഉന്നതമായ അനുഭവത്തിലേക്ക് ദാനിയേൽ എത്തപ്പെട്ടു. ഹി വാസ് എ മാൻ ഓഫ് പ്രയർ. ഹല്ലേലൂയ. He was a man filled with divine wisdom. Hallelujah. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ, all the children, amen, may God fill you all with divine wisdom, and may God help you to excel in your studies and in wherever you will be placed. May God help you to excel. ഏറ്റവും ശ്രേഷ്ഠരായി തീരുവാൻ കർത്താവ് നമ്മുടെ കുഞ്ഞുങ്ങൾ കൃപ കൊടുക്കട്ടെ. ഡിവൈൻ വിസ്ഡം കൊണ്ട് നിറയ്ക്കട്ടെ. ദൈവം നിങ്ങളെ എവിടെയാക്കി വെക്കുന്നോ അവിടെ ദൈവം നിങ്ങളെ അനുഗ്രഹത്തോടെ നടത്തട്ടെ. ഞാൻ മുമ്പോട്ട് പോവുകയാണ്. എൻ്റെ വിഷയമല്ല ഇതൊന്നും, ഇത് ജസ്റ്റ് കണ്ടിന്യൂഷൻ ആയതുകൊണ്ട് ഞാൻ പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. ആമേൻ. ഡിവൈൻ വിസ്ഡം, ഡിഫറൻസ് ബിറ്റ്വീൻ, നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചോ, ഡിഫറൻസ് ബിറ്റ്വീൻ ഡിവൈൻ വിസ്ഡം ആൻഡ് വേൾഡ്ലി വിസ്ഡം. ഹല്ലേലൂയ. അത് കഴിഞ്ഞിട്ട് താഴോട്ട് പറയുകയാണ്, സ്തോത്രം, നിങ്ങളിൽ ശണ്ഠയും കലഹവും. 4:1. നിങ്ങളിൽ ശണ്ഠയും കലഹവും എവിടെ നിന്നാ? ആമേൻ. നിങ്ങളുടെ അവയവങ്ങളിൽ പോരാടുന്ന ഭോഗ ഇച്ഛകളിൽ നിന്നല്ലയോ? ആമേൻ. 4:1. ആമേൻ. ഹല്ലേലൂയ. നിങ്ങളിൽ പോരാടുന്ന നിങ്ങളുടെ ജഡം, ലസ്റ്റ്, നിങ്ങളുടെ ഫ്ലഷ്ലി ഡിസയേഴ്സിൽ നിന്നാണ് നിങ്ങൾ ക്വാറൽ ചെയ്യുന്നത്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്. ആരോടാ പറയുന്നത്? വിശ്വാസികളോട്, ദൈവമക്കളോട് പറയുകയാണ്, നിങ്ങൾ ഫൈറ്റ് ചെയ്യുന്നത്, നിങ്ങൾ ക്വാറൽ ചെയ്യുന്നത് നിങ്ങളുടെ ഫ്ലഷ്ലി ഡിസയേഴ്സിൽ നിന്നാണ്. അത് ദൈവികമല്ല. ഇറ്റ്സ് നോട്ട് ഡിവൈൻ. സ്തോത്രം. ആമേൻ. നിങ്ങളുടെ ഫ്ലഷ്ലി ഡിസയേഴ്സിൽ നിന്നാണ്. നിങ്ങൾ മോഹിച്ചിട്ടും പ്രാപിക്കുന്നില്ല. നിങ്ങൾക്ക് ആഗ്രഹമുണ്ട് പലതും നേടാൻ, കിട്ടാൻ, പക്ഷെ നിങ്ങൾക്ക് കിട്ടുന്നില്ല. ഹല്ലേലൂയ. അതിൻ്റെ റീസണും പറയുന്നുണ്ട്. ആമേൻ. നിങ്ങൾ കൊല്ലുക എന്ന് പറഞ്ഞാൽ ലിറ്ററലി കൊല്ലുവാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. കർത്താവ് പറഞ്ഞു, സ്തോത്രം, ന്യായപ്രമാണം പറയുന്നു, ഒരുവനെ കൊന്നാൽ ന്യായവിധിക്ക് യോഗ്യനാകും. നിന്റെ സഹോദരനെ മൂഢ എന്ന് വിളിച്ചാൽ, നിന്റെ സഹോദരനോട് കോപിച്ചാൽ, ന്യായമല്ലാതെ കോപിച്ചാൽ, അന്യായമായി കോപിച്ചാൽ നീ ന്യായവിധിക്ക് യോഗ്യനാകുമെന്ന് കർത്താവ് പറഞ്ഞു. അപ്പം നിങ്ങൾ കൊല്ലുകയും
അസൂയപ്പെടുകയും ഒക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് കിട്ടുന്നില്ല. യു ആർ റൺ ബൈ the worldly desires, the desires of the flesh. നിങ്ങളുടെ ജഡത്തിന്റെ ആഗ്രഹത്തിലാണ് നിങ്ങൾ നടക്കുന്നത്. Are you all here? Hallelujah. നിങ്ങളുടെ ജഡമാണ് നിങ്ങളെ നടത്തുന്നത്, ആത്മാവല്ല നടത്തുന്നത്. ഡിവൈൻ വിസ്ഡം അല്ല നിങ്ങളെ ഗൈഡ് ചെയ്യുന്നത്. Hallelujah. ഡിവൈൻ വിസ്ഡം ഉള്ള ആൾ മറ്റുള്ളവരെ കുറിച്ച് ഹൃദയത്തിൽ അനുകമ്പയുള്ളവരായിരിക്കും, ദയുള്ളവരായിരിക്കും. ഹല്ലേലൂയ. ദയുള്ളവരായിരിക്കും. അവരുടെ ഉള്ളിൽ ശാന്തതയുണ്ടാകും, സമാധാനമുണ്ടാകും. അവർ എന്താ പറയുന്നത്, കരുണയും സൽഫലവും നിറഞ്ഞവരാകും. ഞാൻ പറയുന്നതല്ല, ബൈബിൾ പറയുന്ന. കരുണയുള്ളവരാകും, സൽഫലമുള്ളവരാകും. സ്തോത്രം. അപ്പം തന്നെ അടുത്ത് നിങ്ങൾ പക്ഷപാതമില്ലാത്തവരായിരിക്കും, പാർഷ്യാലിറ്റി ഇല്ലാത്തവരായിരിക്കും, കപടത ഇല്ലാത്തവരായിരിക്കും. ഗൈഡഡ് ബൈ ദ ഡിവൈൻ വിസ്ഡം. ഹല്ലേലൂയ. അപ്പോൾ എന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹമുണ്ട്. യു ആർ റൺ ബൈ ദ വേൾഡ്ലി ഡിസയേഴ്സ് ബട്ട് യു ആർ നോട്ട് ഏബിൾ ടു റിസീവ് എനിത്തിങ്. നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. ദൈവമക്കളാണ്, ഒന്നും കിട്ടുന്നില്ല. ഹല്ലേലൂയ. പക്ഷെ നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്യുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ല. അതിൻ്റെ കാരണം പറയുകയാണ്, സ്തോത്രം, ആമേൻ, യാചിക്കായകൊണ്ട് എന്ന് പറഞ്ഞാൽ യു ആർ നോട്ട് ടേണിംഗ് ടുവേർഡ്സ് ഗോഡ്. ദൈവത്തിങ്കിലേക്ക് കുഞ്ഞുങ്ങളെ, ആമേൻ, നിങ്ങൾ എന്തോ എഴുതുന്നത്? സൺഡേ സ്കൂളിൻ്റെയാണോ എഴുതുന്നത്? ഞാൻ പ്രസംഗിക്കുന്നതാണോ എഴുതുന്നത്? ഹല്ലേലൂയ. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു റൈറ്റ് എനിത്തിങ് ഔട്ട് ഓഫ്, എന്താ പറയുന്നത്, ദ സബ്ജക്ട് വിച്ച് വി ആർ ഡീലിംഗ് വിത്ത്, ഓർ ദ മെസ്സേജ്. ഓക്കെ, നിങ്ങൾക്ക് മെസ്സേജിനെ കുറിച്ച് എന്തെങ്കിലും എഴുതാനുണ്ടെങ്കിൽ യു ക്യാൻ റൈറ്റ്. നിങ്ങൾ എഴുതുന്നത് കണ്ടിട്ട് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. നിങ്ങളെന്തോ, ആമേൻ, ഹല്ലേലൂയ, ആമേൻ, ദൈവം അനുഗ്രഹിക്കട്ടെ. അപ്പോൾ എന്താ പറയുന്നത്, കിട്ടുന്നില്ല. അപ്പം നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല, നിങ്ങൾ ദൈവത്തോട് ചോദിക്കുന്നില്ല. നിങ്ങൾ ദൈവമക്കളാണ്, പക്ഷെ നിങ്ങൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല. ഹല്ലേലൂയ. നിങ്ങളുടെ എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടുന്നില്ല കാരണം നിങ്ങൾ യാചിക്കുന്നില്ല. നമ്മുടെ പല പ്രാർത്ഥനകൾക്കും മറുപടി കിട്ടാത്ത എന്തുകൊണ്ടാണ്? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല? ഹല്ലേലൂയ. എന്തുകൊണ്ടാണ് മറുപടി കിട്ടാത്തത്? പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത എന്താ? ഹാവ് യു എവർ തോട്ട് അബൌട്ട് ദാറ്റ്? ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഫ്യൂ തിങ്സ് വൈ യു ആർ നോട്ട് ഗെറ്റിംഗ് ആൻസേഴ്സ് ഫോർ യുവർ പ്രയർ, ഓർ വൈ വി ആർ നോട്ട് ഗെറ്റിംഗ് ആൻസേഴ്സ് ഫോർ അവർ പ്രയർ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എന്തുകൊണ്ട് മറുപടി കിട്ടുന്നില്ല? ഹല്ലേലൂയ. സ്തോത്രം. ചില പ്രാർത്ഥനകൾക്ക് പെട്ടെന്ന് മറുപടി കിട്ടും, സഡൻ. ഏലിയാവിൻ്റെ ജീവിതത്തിൽ നിന്ന് പെട്ടെന്ന് ഞാൻ പറയാം, നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. ഐ വുഡ് ലൈക്ക് ടു ഷെയർ ഫ്യൂ തിങ്സ് ഫ്രം ദ ലൈഫ് ഓഫ് എലൈജ. From the life of Elijah. For some prayers, he received answer very quickly. For some prayers, we also receive answers very, very quickly. Because we are asking for the right thing and we are asking at the right time. Hallelujah. എത്ര പേർക്ക് മനസ്സിലായി? We are asking for the right thing at the right time and God will provide that at the very moment. ചോദിക്കുന്ന കാര്യം ദൈവത്തിന്റെ സമയത്ത് ദൈവത്തിന്റെ ഹിതപ്രകാരം ചോദിക്കുമ്പോൾ അപ്പോൾ ഉത്തരവാ. എലിയ പ്രാർത്ഥിച്ചു, കർത്താവേ, ഇസ്രായേലിൽ നീ ദൈവമെന്നും ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിന്റെ ഹിതപ്രകാരം ചെയ്തെന്ന് ഇപ്പോൾ വെളിപ്പെട്ടു വരട്ടെ. സ്വർഗത്തിൽ നിന്ന് തീ ഇറങ്ങി പോന്നു. ഹല്ലേലൂയ. പ്രാർത്ഥിക്കുന്നതിന് വേണ്ടി തീ ഇറക്കാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. എത്ര പേർക്ക് മനസ്സിലാകുന്നു? പ്രാർത്ഥിക്കുന്നവന് വേണ്ടി ഇറങ്ങി വരുന്ന ഒരു ദൈവമുണ്ടെന്ന് ഇന്ന് പകൽക്കാലം തിരിച്ചറിയണം. മുഴങ്കാലുകളിൽ ഇരിക്കുന്ന നിന്നെയാണ് പിശാച് ഭയപ്പെടുന്നത്. മുഴങ്കാലിലിരിക്കുന്ന നിനക്ക് വേണ്ടിയാണ് സ്വർഗം ഇറങ്ങി വരുന്നത്, മറ്റാർക്കു വേണ്ടിയിട്ടുമല്ല. ആമേൻ. ദൈവസന്നിധിയിൽ ഇരിക്കുന്ന, കരയുന്ന, പ്രാർത്ഥിക്കുന്ന, ഉപവസിക്കുന്ന നിനക്ക് വേണ്ടിയും നിന്റെ കുടുംബത്തിന് വേണ്ടിയും നിന്റെ തലമുറകൾക്ക് വേണ്ടിയുമാ സ്വർഗം ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. ദൈവം ഇറങ്ങി വന്ന് പ്രാർത്ഥിക്കും. ചിലർക്ക് ദൈവം നൂലെ കെട്ടിക്കൊടുക്കുമോന്ന്. നൂലെ കെട്ടിക്കൊടുക്കണമെങ്കിൽ ദൈവം നൂലെ കെട്ടിക്കൊടുക്കും. ആകാശം തുറന്ന് മന്ന പെയ്യിപ്പിച്ചു എന്ന് നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, ബൈബിള് നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ, സ്വർഗം തുറക്കാൻ ദൈവത്തിന് കഴിവുണ്ട്. ഹല്ലേലൂയ. ആമേൻ. സ്വർഗം തുറന്ന് നമുക്ക് വേണ്ടി നൽകാൻ ദൈവം മതിയായവനാ. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിൽ നിന്നും പ്രൊവിഷൻ വെളിപ്പെട്ടു. കാട ഭൂമിയിൽ നിന്ന്, കാടയും എന്ന് പറഞ്ഞാൽ ഈ ഭൂമിയിലുള്ളതിൽ നിന്നും നിനക്ക് തരാൻ പറ്റും, സ്വർഗം തുറന്നും നിനക്ക് തരാൻ പറ്റും. ദൈവത്തിന് അങ്ങനെയും പ്രവർത്തിക്കാൻ പറ്റും. ഹല്ലേലൂയ. ബിക്കോസ് ഹി ഈസ് ഗോഡ്. He is not limited by anything. Hallelujah. ദൈവം ഒന്നിനും പരിമിതനല്ല. He is not limited. അവൻ സ്തോത്രം. രണ്ടാമത്
ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥന ഡിലേ ആകും. വി ആർ ആസ്കിങ് ദ റൈറ്റ് തിങ് ബട്ട് നോട്ട് ഓൺ ദ റൈറ്റ് ടൈം. വി ആർ റണ്ണിങ് സോ ഫാസ്റ്റ്. എത്ര പേർക്ക് മനസ്സിലായി? ദൈവത്തിന് സമയമായിട്ടില്ല, ദൈവത്തിന് സമയമായിട്ടില്ല, ഇനി എൻ്റെ സമയമായി. ഹല്ലേലൂയ. നമ്മുടെ സമയത്ത് ഓടുന്നവനല്ല ദൈവം, നമ്മുടെ സമയത്ത് പ്രവർത്തിക്കുന്നവനല്ല ദൈവം. ആമേൻ. ഹി ഈസ് എ സോവറിൻ ഗോഡ്. ഹി വർക്ക്സ് ഇൻ ഹിസ് ടൈമിങ്. ഹിസ് ടൈമിങ് ഈസ് പെർഫെക്റ്റ്. അവൻ്റെ സമയം പെർഫെക്റ്റാ. ആമേൻ. നമ്മളൊക്കെ പലപ്പോഴും പല കാര്യങ്ങളും ആമേൻ സാക്ഷ്യത്തിലൊക്കെ പറയാറുണ്ട്, എൻ്റെ ദൈവം എനിക്ക് വേണ്ടി തക്ക സമയത്ത് പ്രവർത്തിച്ചു. ആ മറുപടി വെളിപ്പെടുന്നതിന് തൊട്ട് മുമ്പ് വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു, എനിക്ക് കർത്താവ് പ്രവർത്തിക്കുന്നില്ല, എന്തോ ചെയ്യാൻ, എത്ര നാളായി പ്രാർത്ഥിക്കുക. സാക്ഷ്യം പറയുമ്പോൾ നമ്മൾ പറയുവാണ്, കർത്താവ് കൃത്യസമയത്ത് തക്ക സമയത്ത്. ഇതിലേതാ കറക്റ്റ്? സാക്ഷ്യം പറഞ്ഞാൽ കറക്റ്റ്, സാക്ഷ്യം പറഞ്ഞതാ. ഹല്ലേലൂയ. ആമേൻ. ദൈവം തക്ക സമയത്ത് പ്രവർത്തിക്കുന്നവനാ, തക്ക സമയത്ത് ഉയർത്തുന്നവനാ. അതുകൊണ്ട് അവൻ അപ്പോസ്തലനായ പത്രോസ് പറയുകയാണ്, അതുകൊണ്ട് അവൻ തക്ക സമയത്ത്, അറ്റ് ദ റൈറ്റ് ടൈം, തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴ് താണിരിപ്പീൻ. ഹല്ലേലൂയ. Amen. He will lift you at the right time. He will bless you at the right time. He will open ways at the right time. Be patient. Be patient. നമ്മൾ ആരും പേഷ്യൻ്റ് അല്ല. ഫാസ്റ്റ് ഫുഡിൻ്റെ എല്ലാം ക്വിക്ക് ഫാസ്റ്റ് ഈസി യുഗത്തിൽ ജീവിക്കുന്ന നമുക്ക് പേഷ്യൻസ് കുറഞ്ഞു വരുക. ഹല്ലേലൂയ. പേഷ്യൻസ് കൂടി വരുവല്ല, കുറഞ്ഞു വരുക. കാരണം സാധനങ്ങളൊക്കെ പെട്ടെന്ന് അല്ലേ, വിതിൻ ഫ്രാക്ഷൻ ഓഫ് എ സെക്കൻഡ് നമ്മൾ ഇവിടെ നിന്നുകൊണ്ട് നമ്മുടെ കേരളത്തിലുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. പണ്ടാണെങ്കിൽ ഒരു എഴുത്തയച്ചിട്ട് 3 മാസം കാത്തിരിക്കണം. ഇവിടുന്ന് ആ ലെറ്റർ അവിടെ ചെന്ന് ചിലപ്പോൾ കിട്ടും, കിട്ടിയില്ല, കിട്ടിയോ ഇല്ലയോ എന്ന് പോലും അറിയത്തില്ല. ലെറ്റർ അവിടെ ചെന്നിട്ട് അവർ വായിച്ചിട്ട് അവർക്ക് സമയം കിട്ടും, അവർ മറുപടി അയച്ചിട്ട് പോസ്റ്റ് ഓഫീസ് വഴി ഇങ്ങി വരുമ്പോഴത്തേക്കിന് ആമേൻ. ഇപ്പം നമ്മളൊരു ആരും മെസ്സേജ് അയക്കല്ല്. ഹല്ലേലൂയ. ആമേൻ. ഇപ്പം മെസ്സേജ് അയച്ചാൽ ദ വെരി നെക്സ്റ്റ് മൊമെൻറ്റിൽ നമുക്ക് അവിടെ എത്തി, അവിടെ കിട്ടിയോന്ന് അറിയാം. ടിക്ക്. ഹല്ലേലൂയ. അല്ലേ, അവിടെ കിട്ടി. ഹല്ലേലൂയ. ഫാസ്റ്റായി. നമ്മുടെ പേഷ്യൻസ് വാട്സാപ്പിനൊന്നും സ്പീഡ് പോരാന്ന്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇൻ്റർനെറ്റിന് സ്പീഡ് പോരാ. ആമേൻ. പണ്ട് ഈ ഏരിയയിലൊക്കെ പിടിച്ച് തിരിച്ചുകൊണ്ടിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അന്ന് പതുക്കെ പേഷ്യൻ്റ്. ഹല്ലേലൂയ. ഇപ്പം സ്പീഡ് പോരാ, ഫാസ്റ്റ്. ഹല്ലേലൂയ. വെയിറ്റ് ചെയ്യാൻ നമ്മൾ ദൈവിക വിഷയത്തിൽ ഈ പരിപാടി ഒന്നും എത്ര ഫാസ്റ്റ് അല്ലെന്ന് പറഞ്ഞാലും കർത്താവ് ഫാസ്റ്റാ. കർത്താവ് റൈറ്റ് ടൈമാ. ഹല്ലേലൂയ. വെദർ യു അഗ്രി ഇറ്റ് ഓർ നോട്ട്, കർത്താവിനൊരു സമയമുണ്ട്. ആ സമയത്ത് ദൈവം പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഏലിയാവ് മുഴങ്കാലിന്മേൽ ഇരുന്നിട്ട് പ്രാർത്ഥിക്കുക. ദൈവഹിതപ്രകാരമാണ് പ്രാർത്ഥിക്കുന്നത്. അക്കോർഡിംഗ് ടു ഹിസ് വിൽ, ഗോഡ്സ് വില്ല. മഴ പെയ്യിപ്പിക്കാൻ പോകുന്ന ദൈവമാണ് പറഞ്ഞത്. ഏലിയാവ് പ്രാർത്ഥിക്കുക. ഏലിയാവ് ബാല്യക്കാരനോട് പറഞ്ഞു, 1 പ്രാവശ്യം പോയി നോക്ക്. 1 നോക്കി, 2 നോക്കി, 7 പ്രാവശ്യം നോക്കിയിട്ട് തിരിച്ചു വരുമ്പോഴാണ് അതുവരെയും പ്രാർത്ഥനയുടെ മറുപടി ഈച്ചരെ. എന്നാൽ പിന്നെ ആദ്യത്തെ പ്രാവശ്യം തന്നെ ദൈവത്തിന് ആ കൈ പോലെ മേഘം അയച്ചാൽ പോരായിരുന്നു, പറ്റത്തില്ലായിരുന്നോ? വെയിറ്റ്, മൈ ടൈം ഹാസ് നോട്ട് യെറ്റ് കം. സമയം വന്നിട്ടില്ല. സ്ത്രീയെ എനിക്കും നിനക്കും തമ്മിൽ എന്ത്? എൻ്റെ നാഴിക ഇതുവരെ പ്രവർത്തിക്കത്തില്ലെന്നല്ല പറഞ്ഞു, എൻ്റെ നാഴിക ഇതുവരെ. ദർ ഇസ് എ ടൈം ഫോർ ഗോഡ്. ദൈവത്തിനൊരു സമയമുണ്ട്. ഞാനിങ്ങനെ പറഞ്ഞു പോയാൽ എൻ്റെ മെസ്സേജിന് എങ്ങും എത്തത്തില്ല. നിങ്ങൾ പേഷ്യൻസോടുകൂടി 2 മണി വരെ ഇരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ. ആമേൻ. പെട്ടെന്ന് മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. വിഷമിക്കണ്ട, മനസ്സ് പതറരുത്. 2 മണി. ഹല്ലേലൂയ. നമുക്ക് അത്ര സമയം ഇവിടെ ഇല്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിനൊരു സമയമുണ്ട്. ദൈവത്തിന്റെ സമയത്ത് ദൈവം പ്രവർത്തിക്കും. 7-ാം പ്രാവശ്യം ബാല്യക്കാരൻ പോയി നോക്കുമ്പോൾ ഇതാ കൈ പോലെ, കൈപ്പത്തി എന്നാ പലരും പറയുന്നത്, പക്ഷെ അവിടെ എഴുതി കൈ പോലെ ഒരു മേഘം, കൈ പോലെ ഒരു മേഘം പൊങ്ങുന്നു. ഏലിയാവ് വിശ്വാസത്തോട് പറയുന്നു, ഒരു വലിയ മഴയുടെ മുഴക്കമുണ്ട്. ആമേൻ. ഹല്ലേലൂയ. 3.5 വർഷമായി മുടങ്ങിക്കിടന്ന മഴ ഇതാ പെയ്യാൻ പോകുന്നു. ആമേൻ. 3.5 വർഷമായി മുടങ്ങിക്കിടന്ന വിഷയം ഇതാ വെളിപ്പെട്ട് വരാൻ പോകുന്നു. പ്രൈസ് ദി ലോർഡ്.
ആമേൻ, നന്മയുടെ അനുഗ്രഹത്തിന്റെ ഉറവയാകുന്ന മഴ പെയ്തിറങ്ങാൻ പോവുകയാണ്. കഴിഞ്ഞ നാളുകളിൽ പെൻഡിങ് ആയിട്ടിരുന്ന, കഴിഞ്ഞ നാളുകളിൽ തടയപ്പെട്ടിരുന്ന, കഴിഞ്ഞ നാളുകളിൽ നിന്റെ ജീവിതത്തിൽ പുഴുവും തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ നിന്റെ നന്മയുടെ സംവത്സരങ്ങളെ മടക്കിത്തരാൻ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. നിന്റെ നന്മയെ തിന്നുകളഞ്ഞ സംവത്സരങ്ങളുണ്ട്. നിന്റെ നന്മകളെ പിശാച് മുടക്കിയ മേഖലകളുണ്ട്. ഹല്ലേലൂയ. പൈശാചികൻ ശക്തിയോടെ പ്രവർത്തിച്ച മേഖലകളുണ്ട്. പുഴുവും തുള്ളനും വെട്ടിക്കിളിയും തിന്നുകളഞ്ഞ സംവത്സരങ്ങൾക്ക് ഹല്ലേലൂയ അറുതി വരുത്തിക്കൊണ്ട് ദൈവത്തിന്റെ അനുഗ്രഹത്തിന്റെ മഴ നിന്റെ ജീവിതത്തിൽ പെയ്യിപ്പിക്കുവാൻ ദൈവം വിശ്വസ്തനത്രേ. ഹല്ലേലൂയ. നിന്റെ അവസ്ഥകൾക്ക് വ്യത്യാസം വരുത്തുവാൻ ദൈവം മതിയായവനാ. നന്മയുടെ അനുഗ്രഹങ്ങളുടെ കലവറകളെ നിനക്ക് വേണ്ടി തുറക്കാൻ ദൈവം വിശ്വസ്തന. At the right time God will do that. How many of you believe? Hallelujah. Praise the Lord. നമ്മുടെ ആളുകളൊക്കെ വളരെ മെച്ചുവേർഡാ. അനുഗ്രഹം പറഞ്ഞാലും എന്ത് പറഞ്ഞാലും സ്തോത്രം. അത് ഇല്ല. Hallelujah. Amen. സ്തോത്രം. Praise the Lord. അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ഏലിയാവിന് ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടിയേ കിട്ടിയില്ല. ചില പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. ബിക്കോസ് ഇറ്റ് ഈസ് നോട്ട് ദ വിൽ ഓഫ് ഗോഡ്. ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനയ്ക്കൊന്നും മറുപടിയില്ല. എത്ര പേർക്ക് മനസ്സിലാകുന്നു? ഏലിയ പ്രാർത്ഥിച്ചു, മതി യഹോവേ മതി, എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊണ്ടാൽ മതി, ഞാൻ എൻ്റെ പിതാക്കന്മാരെക്കാൾ. ചില പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. ദൈവം ജീവനെ അങ്ങ് എടുത്തു. എന്നാൽ ഏലിയ വേങ്ങി പോരെ. No, it's not the will of God. നിന്റെ പ്രാർത്ഥനകൾ ദൈവഹിതമല്ലെങ്കിൽ അതിന് മറുപടിയില്ല. മറുപടി ഉണ്ട്, നോ എന്ന മറുപടി. എലിയ പറഞ്ഞു, എനിക്ക് മരിച്ചാൽ മതി. എനിക്ക് അങ്ങനെ ആരും ചിന്തകളുള്ളവരുണ്ടോ? എനിക്ക് മരിച്ചാൽ മതിയെന്ന്. സ്തോത്രം. ചൂരച്ചെടിയുടെ തണൽ, അങ്ങനെ ചിന്തകളുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തയെല്ലാം പോട്ടെ. ഹല്ലേലൂയ. ആമേൻ. പിശാച് ചിലപ്പോൾ കൊണ്ടിടും. ഏലിയാവ് എന്ന അഭിഷക്തന്റെ ഹൃദയത്തിൽ അങ്ങനെ ഒരു സൂയിസൈഡൽ ചിന്ത വരണമെങ്കിൽ, മരണത്തിൻ്റെ ചിന്ത വരണമെങ്കിൽ, ഹല്ലേലൂയ, നാലാഴ്ച മതി യഹോവേ മതി, എൻ്റെ ജീവനെ അങ്ങ് എടുത്തുകൊണ്ടാൽ മതി, മരിച്ചാൽ മതി എന്ന്. സൂയിസൈഡ് ചെയ്യുന്നതല്ല, മരിച്ചാൽ മതി, തനിക്ക് മരിച്ചാൽ മതി. അങ്ങനെയുള്ള ചിന്തകൾ ആരെങ്കിലും ഹൃദയങ്ങളിൽ ഉണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ചിന്തകളെല്ലാം മാറിപ്പോകട്ടെ. നിരാശകൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ജീവിതം മടുത്തു കർത്താവേ, മതി കർത്താവേ, മടുത്തു കർത്താവേ. നോ മടുത്ത് ജീവിക്കാനല്ല, ക്രിസ്തുവിൽ സന്തോഷിച്ച് മുൻപോട്ട് പോകാനാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമുക്കൊരു ആയുസ് തന്നിട്ടുണ്ട്. ആ ആയുസ് വരെയും നമ്മൾ ജീവിക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. അതും കർത്താവിൽ സന്തോഷിച്ച് ജീവിക്കണം. ഞാൻ രാവിലെ തന്നെ പറഞ്ഞു, നമ്മുടെ സാഹചര്യങ്ങളെല്ലാം പെർഫെക്റ്റ് ആയതുകൊണ്ട് സന്തോഷിക്കാം. നോ, കർത്താവ് നമ്മോട് കൂടെയുള്ളത് കൊണ്ട്, ഏത് ഡിഫിക്കൽട്ട് സിറ്റുവേഷനിലും എൻ്റെ യേശു എന്നോട് കൂടെയുള്ളത് കൊണ്ട് ഞാൻ കർത്താവിൽ സന്തോഷിക്കുന്നു. എനിക്കൊരു പ്രത്യാശയുണ്ട്. നിരാശ വരത്തില്ലെന്നല്ല, നിരാശയൊക്കെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിനെ ദൈവവചനത്താലും പ്രാർത്ഥനയാലും ആരാധനയാലും യു ഹാവ് ടു ഓവർകം ഓൾ ദ ഡിപ്രസീവ് തോട്ട്സ് നമ്മുടെ മൈൻഡിൽ വരുമ്പോൾ ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ആരാധിക്കാൻ തുടങ്ങണം. ദൈവത്തെ സ്തുതിക്കാൻ തുടങ്ങണം. ദൈവമേ, താങ്ക് യു ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. താങ്ക് യു ലോർഡ് ഫോർ ഓൾ ദ ബ്ലെസ്സിങ്സ്. നമുക്ക് തന്നിട്ടുള്ള അനുഗ്രഹങ്ങളെല്ലാം ഓർക്കണം. സ്തോത്രം. ഹല്ലേലൂയ. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ഡിപ്രസീവ് തോട്ട്സ് പിശാച് കൊണ്ടുവന്നിടുന്നുണ്ടെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ ഡിപ്രസീവ് തോട്ട്സിനെ ഞാൻ ക്യാൻസൽ ചെയ്യുകയാ. യേശുവിൻ നാമത്തിൽ ഹൃദയങ്ങളിൽ സന്തോഷവും സമാധാനവും നിറയപ്പെടട്ടെ. എല്ലാ ഡിപ്രസീവ് തോട്ട്സും യേശുവിൻ നാമത്തിൽ വിട്ടുപോകാം. യേശുവിൻ്റെ നാമത്തിൽ ദൈവജനത്തിന്റെ ഹൃദയം ദൈവികമായ പ്രത്യാശ കൊണ്ട് നിറയപ്പെടട്ടെ. Let the hearts be filled with hope. Praise the Lord. Amen. അപ്പോൾ 3 തരത്തിലുള്ള പ്രാർത്ഥനയുണ്ട്. പെട്ടെന്ന് മറുപടി, ലേറ്റായിട്ട് മറുപടി ഇല്ല. ഏലിയാവ് മരിക്കാൻ പ്രാർത്ഥിച്ചു, കർത്താവ് ഏലിയാവിനെ ജീവനോടെ എടുത്തു. എത്ര പേർക്ക് മനസ്സിലായി? ഹല്ലേലൂയ. ജീവനോടെ എടുത്തു. കാരണം ഏലിയാവിൻ്റെ പ്രാർത്ഥന ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥന അല്ല. ദൈവഹിതമല്ലാത്ത പ്രാർത്ഥനയ്ക്കൊന്നും മറുപടിയില്ല. ഹല്ലേലൂയ. പിന്നെ ചില കാര്യങ്ങളിലൂടെ ഞാൻ പെട്ടെന്ന് ചിന്തിക്കാൻ പോവാം. ഹല്ലേലൂയ. ഇവിടെ പറയുന്നു, എന്തുകൊണ്ടാണ് പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കും? നിങ്ങൾ യാചിക്കാത്ത, യു ആർ നോട്ട് റിസീവിങ് ബിക്കോസ് യു ആർ നോട്ട് ആസ്കിങ്. ചോദിക്കുന്നില്ല, ദൈവത്തോട് ചോദിക്കുന്നില്ല. ദൈവത്തോട് കർത്താവ് ചോദിച്ചു. കർത്താവ്
ആമേൻ, കുരുടനായ മനുഷ്യനോട്, തിമായുടെ മകനായ ബർത്തിമായോട് ചോദിച്ചു. ജീസസ് ഈസ് ആസ്കിങ് ടു Bartimaeus. What Jesus was asking? എന്തുവാ ഇവിടെ What Jesus was asking to Bartimaeus? ഒന്നും ചോദിച്ചില്ലേ? ഒന്നും ചോദിച്ചില്ലയോ? What Jesus asked to Bartimaeus? What can I do for you? എന്തോ ചോദിച്ചേ? What did Jesus ask? What can I do for you? What can I do for you in order for you all to be attentive? Hallelujah. Amen. What can I do for you? Hallelujah. ഞാൻ സ്റ്റോറി പറയാം, അപ്പോൾ നിങ്ങൾ ചിലപ്പോൾ അറ്റൻറ്റീവ് ആയിരിക്കും. One pastor used to bow down his head for 1 minute before every message. One day, his daughter asked, little daughter asked, why do you bow your head every time before you preach? Like you all. Then the pastor said to his daughter, I am asking the Lord to help me to preach a good message. Then suddenly, the girl said to father, then how come he doesn't do it? Unanswered prayer. Hallelujah. Amen. എല്ലാ പ്രാവശ്യവും ചോദിക്കുന്നുണ്ട്, പക്ഷെ എന്താ കർത്താവ് ചെയ്യാത്തത്? എന്തോ ചോദിക്കുന്നേ? നല്ല പ്രസംഗം പ്രസംഗിക്കാൻ. കൊച്ചു ചോദിക്കുക, എന്തുകൊണ്ടാണ് കർത്താവ് ചെയ്യാത്തത്? പ്രൈസ് ദി ലോർഡ്. ആമേൻ. നിങ്ങൾക്ക് ആർക്കും അങ്ങനെയുള്ള അഭിപ്രായങ്ങളൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഒന്നാമത്തെ കാരണം, നമ്മൾ യാചിക്കുന്നില്ല. വി ആർ നോട്ട് ആസ്കിങ്. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നില്ല. കർത്താവ് എന്തോ പറഞ്ഞേ? യാചിപ്പിൻ എന്നാൽ നിങ്ങൾക്ക് കിട്ടും, അന്വേഷിപ്പിൻ കണ്ടെത്തും, മുട്ടുവിൻ തുറക്കപ്പെടും. ദൈവത്തോട് ചോദിക്കണം. തിമായുടെ മകനായ ബർത്തിമായോട് കർത്താവ് ചോദിച്ചു, നിനക്ക് ഞാൻ എന്തുവാ ചെയ്തു തരണ്ടേ? അവൻ കരയുക, ഹൗ മേഴ്സി ഓൺ മീ. ഏറ്റവും നല്ലൊരു പ്രാർത്ഥന, ഷോർട്ട് പ്രയർ, ഹൗ മേഴ്സി ഓൺ മീ. ജീസസ് ഹൗ മേഴ്സി ഓൺ മീ. അല്ലേ? നമ്മൾ ഡിഫിക്കൽട്ട് സാഹചര്യങ്ങളിൽ പ്രാർത്ഥിക്കാൻ പറ്റിയ ഏറ്റവും നല്ലൊരു പ്രാർത്ഥനയാണ്, കർത്താവേ എന്നോട് കരുണ തോന്നണമേ, ഹൗ മേഴ്സി ഓൺ മീ. പ്രാർത്ഥിച്ചു. കർത്താവ് വന്നു. കർത്താവ് അവനെ വിളിക്കാൻ പറഞ്ഞു. വന്നു. എന്താ നിനക്ക് ചെയ്തു തരണ്ടേ? ഒറ്റ ആൻസർ, വളരെ കൃത്യം. റബ്ബൂനി, എനിക്ക് ഐ നീഡ് ടു സീ. ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ചോദിക്കുമ്പം എന്തൊക്കെയാണോ നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്കും അറിയത്തില്ല. ഹല്ലേലൂയ. കേൾക്കുന്നവർക്കും അറിയത്തില്ല. നമ്മൾ എന്തൊക്കെയോ അങ്ങ് പറയുക. ഹല്ലേലൂയ. പ്രിസൈസായിട്ട്, കൃത്യമായിട്ട് കർത്താവിനോട് ചോദിക്കണം. കർത്താവ് എന്താണ് ആവശ്യമുള്ളത്? ദൈവത്തിന് അറിയാഞ്ഞിട്ടല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവം പ്രാർത്ഥനയാലാണ് നമ്മളെ ദൈവമായിട്ട് ബന്ധിപ്പിക്കുന്നതും. കർത്താവ് അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യുന്നതും. അപ്പം അതുകൊണ്ട് ദൈവത്തോട് എന്തിനാണ് പ്രാർത്ഥിക്കുന്നത്? ദൈവത്തിനെല്ലാം അറിയാമല്ലോ. കർത്താവ് പറഞ്ഞു പ്രാർത്ഥിക്കണമെന്ന്. ദൈവം അങ്ങനെയാ സിസ്റ്റം സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രാർത്ഥിക്കണം. അതാണ് ഇമ്പോർട്ടൻ്റ് വിഷയം. ഹല്ലേലൂയ. ആമേൻ. എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളതൊക്കെ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ പഠിച്ചു അല്ലേ? എങ്ങനെ പ്രാർത്ഥിക്കണം. ആമേൻ. എന്തുകൊണ്ടാണ് മറുപടി കിട്ടാത്തത്? നമ്മൾ ചോദിക്കാത്തതുകൊണ്ടാണ് കിട്ടാത്തത്. ഒന്നാമത്തെ. രണ്ടാമത്തെ കാര്യം ഇവിടെ തന്നെ എഴുതിയിട്ടുണ്ട്. ആമേൻ. അടുത്തത് 3 ഒന്ന് വായിച്ചു. സ്തോത്രം. ആസ്കിങ് വിത്ത് അൺറൈച്ചസ് മോട്ടീവ്സ്. ചോദിക്കുന്നുണ്ട്, പക്ഷെ ചോദിക്കുന്നത് സെൽഫിഷ് മോട്ടീവുകൾ, നമ്മുടെ മോട്ടീവുകളെ നോക്കുന്നൊരു ദൈവത്തെ നമ്മൾ സേവിക്കുന്നത്. പ്രാർത്ഥനയൊക്കെ നടക്കുന്നുണ്ട് ഒരു വഴിക്കൂടെ, പക്ഷെ നമ്മുടെ മോട്ടീവ് ശരി, എന്നാൽ നമ്മുടെ അകം ശരിയല്ല. അതിന് പിണങ്ങരുത്. ഹല്ലേലൂയ. നമ്മുടെ അകത്തുള്ള ഇൻറ്റൻഷൻ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്ന കാര്യം. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം, പെട്ടെന്ന് മനസ്സിലാക്കാൻ. ഞാൻ കൃപാവരങ്ങൾ തരണേന്ന് ദൈവത്തോട് ചോദിക്കുക. നമ്മൾ ദൈവവചനം പഠിക്കുകയും ദൂതുകൾ ഏറ്റെടുക്കുകയും ഒക്കെ ചെയ്താൽ മുമ്പോട്ട് പോകുന്നത്. വളരെ ചുരുങ്ങിയ സമയമേ ഉള്ളൂ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ദൂത് ഏറ്റെടുക്കുമ്പോൾ തന്നെ ദൈവവചനം പഠിക്കാനോട് ശ്രമിക്കണം. അപ്പം കൃപാവരങ്ങൾ തരണേന്ന് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുക. കൃപാവരങ്ങൾ എനിക്ക് കിട്ടുന്നതിന് പിന്നിൽ എൻ്റെ ആഗ്രഹം എന്താ? എനിക്ക് തവൽ എഴുന്നേറ്റ്
2 പ്രവചനമൊക്കെ പറഞ്ഞിട്ട് ഓ പാസ്റ്റർ ഭയങ്കര സംഭവമാണ്. കൃപാവരങ്ങൾ എൻ്റെ മോട്ടീവ് ശരിയാണോ തെറ്റാണോ? കൃപാവരങ്ങൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്ക് ഹീലിങ്ങിൻ്റെ ഗിഫ്റ്റ് തരണം, ഹീലിങ്ങിൻ്റെ ഗിഫ്റ്റ് തരണം. കർത്താവേ എനിക്ക് ഹീലിംഗ് ഗിഫ്റ്റ് തരണം. കർത്താവേ എനിക്ക് ഗിഫ്റ്റ് ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ തരണം, ഇൻ്റർപ്രിട്ടേഷൻ തരണം. ഇതെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ, വിശ്വസിക്കണം. കാരണം ബൈബിൾ അങ്ങനെ പറയും. ഞാൻ ചോദിക്കുക, എനിക്ക് ഹീലിംഗ് തരണേ, ഹീലിംഗ് തരണേ. എന്നിട്ട് എനിക്ക് സ്റ്റേജിൽ കയറിയിട്ട് ആളെ വിളിച്ചിട്ട് പറയണം, ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചപ്പം, ഈ പാസ്റ്റർ എൻ്റെ തലയിലോട്ട് കൈവച്ചപ്പം, ഈ പാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര പാസ്റ്ററാണ്. എൻ്റെ മോട്ടീവ് അതാണോ? എനിക്ക് ഷൈൻ ചെയ്യാൻ അതാണോ മോട്ടീവ്? കൃപാവരങ്ങൾ എന്തിനാ തരുന്നേ? കൃപാവരങ്ങൾ പൊതുപ്രയോജനത്തിനായി നൽകപ്പെടുന്നു. പാസ്റ്ററിന് ആളാവാനല്ല, ലഭിക്കുന്ന വിശ്വാസികൾക്കും ആളാവാനല്ല. ഞാൻ ഭയങ്കര കൃപയുള്ള ആളാന്ന് പറയാനല്ല, എന്നിട്ട് നമുക്ക് സ്വയം മഹത്വം എടുക്കാനല്ല. ഹല്ലേലൂയ, പൊതുപ്രയോജനത്തിനായി. എത്ര പേർക്ക് മനസ്സിലാകുന്നു? കൃപാവരങ്ങളുള്ളവർ എല്ലാവരും, നമുക്ക് എല്ലാവർക്കും ദൈവം കൃപ തന്നിട്ടുണ്ട്. കൃപാവരങ്ങൾ ശുശ്രൂഷകളൊക്കെ ചെയ്യുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട കാര്യം, ഇത് നമുക്ക് വേണ്ടിയിട്ടല്ല, ഇത് ദൈവസഭയുടെ ആത്മീക വർധനയ്ക്ക് വേണ്ടി, ദൈവജനത്തിൻ്റെ ആശ്വാസത്തിന് വേണ്ടി, ദൈവജനത്തിനു വേണ്ടി, തൻ്റെ സഭയ്ക്ക് വേണ്ടി ദൈവം കൊടുക്കുന്നതാ. പൊതുപ്രയോജനത്തിനായി. ആരാ കൊടുക്കുന്നത്? ദൈവാത്മാവ്. ഹല്ലേലൂയ. അപ്പം എൻ്റെ മോട്ടീവ് ശരിയാണെങ്കിൽ, എൻ്റെ മോട്ടീവ് ശരിയായിരുന്നു. ഞാൻ കൃപാവര ഉദാഹരണം പറയും, നമ്മളങ്ങനെ അധികം ചോദിക്കാറില്ല, അത് വേറെ കാര്യം. ഹല്ലേലൂയ, ആമേൻ, സ്തോത്രം. നമ്മൾ ചോദിക്കുന്ന എന്ത് പ്രാർത്ഥനയാണെങ്കിലും, ഏത് പ്രാർത്ഥന വിഷയമാണെങ്കിലും തമ്പുരാൻ നമ്മുടെ ഹൃദയങ്ങളെ തൂക്കി നോക്കുന്നു. നമ്മൾ എന്ത് ഇൻറ്റൻഷൻ വെച്ചോണ്ടാ ഇത് ചോദിക്കുന്നത്? നമ്മുടെ ഇൻറ്റൻഷൻ ശരിയല്ലെങ്കിൽ ഉത്തരം നോയാണ്. സെൽഫിഷ്, അൺറൈച്ചസ് മോട്ടീവ്സ്. ഹല്ലേലൂയ. ഭോഗ ഇച്ഛകളിൽ ചെലവിടേണ്ടതിന് കർത്താവെ എന്നെ സമ്പന്നനാക്കണേ, എന്നെ സമ്പന്നനാക്കണേ. അതിനകത്തുള്ള റൈറ്റ് മോട്ടീവ് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ലഭിക്കുന്ന സമ്പത്ത് കർത്താവിൻ്റെ നാമത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, ദൈവവചനം പറയുന്നത് പോലെ ദൈവരാജ്യത്തിൻ്റെ വ്യാപ്തിക്ക് വേണ്ടി, സുവിശേഷ വേലയുടെ വ്യാപ്തിക്ക് വേണ്ടി ദൈവമേ ഞാൻ ഉപയോഗിക്കും. എനിക്ക് ലഭിക്കുന്ന നന്മ, അത് റൈറ്റ് മോട്ടീവാ. ഹല്ലേലൂയ. ഞാൻ അടിച്ച് പൊളിച്ച് ഹല്ലേലൂയ എനിക്കിഷ്ടമുള്ളതുപോലൊക്കെ ചെലവഴിക്കാൻ വേണ്ടിയിട്ട് സമ്പത്ത് തരണേ ദൈവമേ, എന്നെ സമ്പന്ന, മേക്ക് മീ റിച്ച് ലോർഡ്, മേക്ക് മീ റിച്ച്. വൈ? എന്തിനു നിന്നെ സമ്പന്നനാക്കണം? എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കണം. ഹല്ലേലൂയ. നീ അടിച്ചു പൊളിച്ച് ജീവിച്ച് ഇവിടെ തന്നെ അവസാനിക്കാനല്ല നിന്നെ വിളിച്ചത്, നിത്യതയിൽ പോകാൻ വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. നിന്റെ മോട്ടീവ് ദൈവം നോക്കുന്നു. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഗ്രഹം, നമ്മളൊരു കാര്യം പ്രാർത്ഥിക്കുമ്പോൾ തന്നെ തമ്പുരാൻ നമ്മുടെ ഹൃദയത്തെ സ്കാൻ ചെയ്യുക. ഹല്ലേലൂയ. നമ്മുടെ മോട്ടീവ് എന്താ? വാട്ട് ഈസ് അവർ മോട്ടീവ്? ഹല്ലേലൂയ. അപ്പം നമ്മൾ വല്ലാതെ യാചിക്കുക, സ്തോത്രം, പക്ഷേ അൺറൈച്ചസ് മോട്ടീവ് ശരിയല്ല. ഹല്ലേലൂയ. ലോകസ്നേഹം, അടുത്ത ഭാഗത്തിൽ പറയുന്നത് ദൈവത്തോടുള്ള സ്നേഹവും ലോകത്തോടുള്ള സ്നേഹം. ലോകസ്നേഹം ദൈവത്തോട് ശത്രുതയാകുന്നു എന്നാണ് പറയുന്നത്. അല്ലെ, ലോകസ്നേഹത്തിൽ നിന്നുകൊണ്ടുള്ള പ്രാർത്ഥനയാ. എനിക്ക് ലോകത്തിലുള്ളതെല്ലാം വെട്ടിപ്പിടിക്കണം, എനിക്ക് ലോകത്തിലുള്ളതെല്ലാം വേണം. ഹല്ലേലൂയ. എനിക്കെല്ലാം വേണം. പ്രൈസ് ദി ലോർഡ്. എനിക്കെല്ലാം വേണം. ഒരു കഥ എൻ്റെ ഓർമ്മ ഒന്നും ഞാൻ പറയുന്നില്ല, പെട്ടെന്ന് പോകാം, സമയമില്ലാത്തതുകൊണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചിരിച്ചത്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ആമേൻ. പിന്നീട് പറയാം, സ്തോത്രം. അപ്പോൾ വല്ലാതെ യാചിക്കുന്നു, നമ്മുടെ മോട്ടീവ് ശരിയല്ല. ഒന്നാമത്തെ കാര്യം, കിട്ടാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടാത്ത എന്താ? ചോദിക്കുന്നില്ല, പ്രാർത്ഥിക്കുന്നില്ല. ഹല്ലേലൂയ. യാചിക്കുക എന്നാണ് പറയുന്നത്, സപ്ലിക്കേഷൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ? പ്രാർത്ഥനയാലും അപേക്ഷയാലും. ഹല്ലേലൂയ, ആമേൻ. വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ? പ്രയർ എന്ന് പറയുമ്പോൾ എല്ലാം ഇൻക്ലൂഡഡാണ്. അതിനകത്ത് താങ്ക്സ് ഗിവിങ് ഉണ്ട്, അതിനകത്ത് വർഷിപ്പിൻ്റെ എലമെൻ്റ് ഉണ്ട്, താങ്ക്സ് ഗിവിങ് ഉണ്ട്, ദൈവത്തോട് ഫോർഗിവ്നെസ് ചോദിക്കുന്നുണ്ട്, ആമേൻ, സ്തോത്രം, ദൈവത്തോട് വിഷയങ്ങൾ പറയുന്നത് എല്ലാം ഇൻക്ലൂഡഡാണ് പ്രയർ. ബട്ട് സപ്ലിക്കേഷൻ, യു ആർ ആസ്കിങ് സംതിങ് സ്പെസിഫിക്. ദാറ്റ് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ പ്രയർ ആൻഡ് സപ്ലിക്കേഷൻ. ഹല്ലേലൂയ. അപ്പം മൂന്നാമത്തെ കാര്യം, പെട്ടെന്ന് പറയുന്നത് മൂന്നാമത്തെ, വൈ വി ആർ നോട്ട് ഗെറ്റിംഗ്? ബിക്കോസ് നമ്മൾ വിശ്വാസം ഇല്ലാതെ ചോദിക്കുന്ന പല കാര്യങ്ങളും. ദൈവത്തിന്, എബ്രായ ലേഖനം പറയുന്നു, ദൈവത്തിൻ്റെ അടുക്കൽ വരുന്നവൻ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നെന്നും വിശ്വസിക്കേണ്ടത്. വിശ്വാസം ഇല്ലെന്ന്. ശ്വാസമേ ഉള്ളൂ, വിശ്വാസം ഇല്ല. പേര് വിശ്വാസി എന്നാണെങ്കിലും, സ്തോത്രം, ഞാൻ എപ്പോഴും പറയാറുള്ള കാര്യമുണ്ട്, നെയ്യപ്പോൾ എന്നാ പേരെങ്കിലും നെയ്യ് അതിൻ്റെ പരിസരത്തൂടെ പോലും
ഹല്ലേലൂയ. നെയ്യപ്പം എന്നാണ് പേര്, നെയ്യപ്പം എന്നൊക്കെ ആണെങ്കിലും ആരാ നെയ്യിട്ട് നെയ്യപ്പം ഉണ്ടാക്കി തരുന്നത്? ഹല്ലേലൂയ, പ്രൈസ്. പേര് നെയ്യപ്പം, പണ്ട് നെയ്യിലായിരുന്നു. വിശ്വാസി എന്ന പേര് മാത്രമേ ഉള്ളൂ, വിശ്വാസമില്ല. യു ഡോണ്ട് ഹാവ് ഫെയ്ത്ത്, യു ആർ ആസ്കിങ് വിത്തൗട്ട് ഫെയ്ത്ത്. ഹല്ലേലൂയ. വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന നീതിമാന്റെ നമ്മൾ ജെയിംസിൽ നിന്ന് യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ പഠിച്ചതാ. നീതിമാന്റെ, ആരാ നീതിമാൻ? എ പേഴ്സൺ ഹു കോൺസ്റ്റന്റ്ലി വർക്ക് വിത്ത് ഗോഡ്, ഹി ഈസ് എ റൈച്ചസ് മാൻ. നീതിമാന്റെ ശ്രദ്ധയോടുകൂടിയ പ്രാർത്ഥന, വിശ്വാസത്തോടുകൂടിയ പ്രാർത്ഥന, അതേറെ ഫലിക്കുന്നത്. വിശ്വാസത്തോടെ, ബൈ ഫെയ്ത്ത്. വിശ്വാസമില്ലാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. വിശ്വാസമില്ലാത്ത പ്രാർത്ഥനകൾക്ക് മറുപടിയില്ല. ആമേൻ. വായിക്കാം, യാക്കോബിന്റെ ലേഖനത്തിൽ തന്നെ വായിക്കാം. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം, ജെയിംസ് ചാപ്റ്റർ 1 verses 5 to 8. പെട്ടെന്ന് വായിക്കാമോ? ജെയിംസ് ചാപ്റ്റർ 1 verse 5 to 8. യെസ്, കടത്തേക്ക് സമൻ. ഡബിൾ മൈൻഡഡ് ആയിട്ട് ദൈവത്തോട് ചോദിച്ചിട്ട് കാര്യമില്ല, ദൈവം തരത്തില്ല. നമ്മൾ വേറെ പലതും മുമ്പിൽ കണ്ടോണ്ടാണ് ദൈവത്തോട് ചോദിക്കുന്നത്. കർത്താവ് തന്നില്ലെങ്കിൽ ഞാൻ വേറെ ഓപ്ഷൻ. ഡബിൾ മൈൻഡഡ് ആയിട്ട് നമ്മൾ ഒരിക്കലും ദൈവത്തെ അപ്രോച്ച് ചെയ്യരുത്. ദൈവം തരുമെന്നുള്ള വിശ്വാസത്തോടെ ദൈവത്തോട് ചോദിക്കണം. അപ്പോൾ ഇവിടെ പറയാം, എന്താ പറയുന്നത്, വിശ്വാസത്തോടെ നമ്മൾ ദൈവത്തോട് ചോദിക്കണം. ഗോഡ് ഈസ് നോട്ട് വൺ ഓഫ് ദി ഓപ്ഷൻസ്, ബട്ട് ഗോഡ് ഈസ് ദി ഓപ്ഷൻ. Hallelujah. Hallelujah. God is the option. God is not one of the options. ഡബിൾ മൈൻഡ് ആവരുത്. ചിലപ്പോൾ നമുക്ക് ഭയങ്കര വിശ്വാസമാണ്, കർത്താവ് എനിക്ക് തരുമെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ട് പറയും, ഫോർ എക്സാമ്പിൾ, കർത്താവ് എന്നെ സൗഖ്യമാക്കും, എന്നിട്ട് അങ്ങോട്ട് മാറിയിട്ട് പറയും, എന്തോ പറയാനാണ്, എനിക്ക് ഭയങ്കര പ്രശ്നമാണ്, കർത്താവ് എൻ്റെ പ്രാർത്ഥനയൊന്നും. ഡബിൾ മൈൻഡാ നമ്മൾ ഡബിൾ മൈൻഡ് ആവരുത്. സ്റ്റേ ഫോക്കസ്ഡ്. ഹല്ലേലൂയ. ആമേൻ. ദൈവത്തിൽ പൂർണ്ണമായി ട്രസ്റ്റ് ചെയ്യുക. ഡബിൾ മൈൻഡ് ആകരുത്, ട്രസ്റ്റ് ചെയ്യുക. ഹല്ലേലൂയ. ഔദാര്യമായി കൊടുക്കുന്ന ദൈവത്തോട് യാചിക്കട്ടെ, അവൻ നിങ്ങൾക്ക് നൽകി തരും. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകുവാൻ നമ്മുടെ ദൈവം മതിയായവൻ, നമ്മുടെ ദൈവം വിശ്വസ്തൻ. നമ്മുടെ ദൈവം നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുമായി ഇറങ്ങി വരിക തന്നെ ചെയ്യും. ഹല്ലേലൂയ. അവിശ്വാസത്തോടു കൂടെയുള്ള പ്രാർത്ഥന. പിന്നെ ഹല്ലേലൂയ, പിന്നെ നമ്മുടെ പ്രോവർബ്സിലൊരു വാക്യമുണ്ട്, നമുക്ക് ദയയില്ലാതാണ് മറ്റുള്ളവരോട് ഡീൽ ചെയ്യുന്നെങ്കിൽ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടത്തില്ല. മറ്റുള്ളവരോട് മനസ്സലിവുള്ളവരാകണം. പ്രോവർബ്സ് ചാപ്റ്റർ 21 verse 13. പെട്ടെന്നൊന്ന് വായിക്കാമോ? പോയിന്റ്സ് മാത്രം പറഞ്ഞു വിടാം. എളിയവൻ്റെ നിലവിളിക്ക് എന്ന് പറഞ്ഞാൽ, സഹായത്തിന് വേണ്ടി ഒരുവൻ നിന്നോട് അഭ്യർത്ഥിക്കുമ്പോൾ, ആമേൻ, പ്രോവർബ്സിൽ തന്നെ പറയുന്നൊരു വാക്യം, നന്മ ചെയ്യാൻ നിനക്ക് പ്രാപ്തിയുള്ളപ്പോൾ അതിന് യോഗ്യരായവർക്ക് ചെയ്യാതിരിക്കരുത്. നിനക്ക് പ്രാപ്തിയുണ്ട്, നിന്റെ കൂട്ടു സഹോദരന് പ്രാപ്തിയില്ല. അവൻ നിലവിളിയിലൂടെയും കണ്ണുനീരിലൂടെ കടന്നു പോകുന്നേ. നിനക്ക് പ്രാപ്തിയുണ്ട്, പക്ഷെ നിന്റെ മനസ്സ് അലിയുന്നില്ല. ഹല്ലേലൂയ. നിന്റെ മനസ്സ് ഒരല്പം പോലും അലിയുന്നില്ല. നിനക്ക് സഹായിപ്പാൻ മനസ്സില്ല. നിന്റെ പ്രാർത്ഥന സ്വർഗം കേൾക്കത്തില്ല. ഹല്ലേലൂയ. അവൻ്റെ കണ്ണുനീര്, അവൻ്റെ വിഷയത്തിൽ നിനക്ക് മനസ്സലിയാത്തിടത്തോളം കാലം നിന്റെ വിഷയത്തിൽ സ്വർഗത്തിനും മനസ്സലിയത്തില്ല. പ്രൈസ് ദി ലോർഡ്. എത്ര പേര്? വി മസ്റ്റ് ഹെൽപ്പ് others. If we have, we must help others. കൺസിഡർ, നമുക്ക് ദയുള്ള മനസ്സുണ്ടാവണം. മറ്റുള്ളവരോട് ദയാലുവായിരിക്കണം. മറ്റുള്ളവരോട് ദയുള്ള, കരുണയുള്ള ഒരു മനസ്സിന് ഉടമസ്ഥരായി നമ്മൾ മാറ്റപ്പെടണം. ഒരു നല്ല ഹൃദയം കർത്താവ് തരട്ടെ. അടുത്ത ഭാഗം, നമ്മുടെ പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചാൽ സ്വർഗം കേൾക്കത്തില്ല. നമ്മളിതൊക്കെ കേട്ട് മറക്കാനല്ല, നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി ലഭിക്കണമെങ്കിൽ പാപം വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കരുത്. സങ്കീർത്തനം 66:18, 66 verse 18, Psalms. Praise the Lord. 66 verse. ഞാൻ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ, ഞാൻ പാപം ചെയ്തതുകൊണ്ട് എൻ്റെ കർത്താവ് കേൾക്കത്തില്ലെന്നല്ല, പാപം ചെയ്താൽ കേൾക്കത്തില്ല, പക്ഷേ എൻ്റെ ഹൃദയത്തിൽ അകൃത്യം കരുതിയിരുന്നെങ്കിൽ
ആക്ഷനീ വന്നിട്ടില്ല, ഹൃദയത്തിൽ പാപം വെച്ചോണ്ടാ പ്രാർത്ഥിക്കുന്നേ. സ്വർഗം കേൾക്കത്തില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹൃദയത്തിനകത്ത് പാപമുണ്ടെന്ന് നമുക്ക് ബോധ്യം വന്നാൽ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? എന്തോ ചെയ്യണം? ഹൃദയത്തിനകത്ത് പാപം ഉണ്ടെന്ന് നമുക്ക് തോന്നിയാൽ എന്താ? വാട്ട് ഈസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്? ആർ യു ഓൾ ഹിയർ? എല്ലാവരും ഇവിടെ ഉണ്ടോ? ഞാൻ പെട്ടെന്ന് നിർത്താം. ഹല്ലേലൂയ. ഹൃദയത്തിനകത്ത് പാപമുണ്ടെന്ന് തോന്നിയാൽ റിപ്പന്റ്, ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. പാപത്തിൽ സന്തോഷിച്ച് രസിച്ച് ഇങ്ങനെ പോകരുത്. ഹൃദയത്തിൽ പാപമുണ്ട്, അത് ഞാനിങ്ങനെ വെച്ചോണ്ട് നടക്കുക, പ്രാർത്ഥന കേൾക്കത്തില്ല. അടുത്തത് സഹോദരന്മാർക്ക് മാത്രമുള്ള, കല്യാണം കഴിഞ്ഞ സഹോദരന്മാർക്ക് മാത്രമുള്ള മെസ്സേജ്. ആമേ. അടുത്ത പോയിന്റ് വായിക്കാം. ആമേ. സ്തോത്രം. പത്രോസിൻ്റെ ലേഖനം സഹോദരന്മാർ വിചാരിക്കും എന്തോ വരാൻ പോകുന്നുണ്ട്. 3-ാം അധ്യായം 7-ാം വാക്യം. ചാപ്റ്റർ 3 verse 7. 1 Peter chapter 3 verse 7. ആ ആ ആ ആ ആ ആ യെസ്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മുടക്കം വരാതിരിക്കണമെങ്കിൽ നിങ്ങളുടെ ഭാര്യയോടുള്ള നിങ്ങളുടെ ഡീലിങ്. കഴിഞ്ഞ ആഴ്ച ഞാൻ ഇവിടെ ഉണ്ട്, ഭാര്യമാരെ നിങ്ങൾ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. പത്രോസ് അപ്പോസ്തലൻ പറയുന്നു ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. പൗലോസ് ശ്ലീഹ പറഞ്ഞു എഫേസ്യ ലേഖനത്തിൽ ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങുവിൻ. അത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞായിരുന്നു. ഈ ആഴ്ച സഹോദരന്മാർക്ക് നിങ്ങളുടെ ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടി പാർത്ത്. സ്തോത്രം. ഇല്ലെങ്കിൽ എന്തോ പറ്റും? നിങ്ങളുടെ പ്രാർത്ഥന, യുവർ പ്രയർ വിൽ ബി ഹിൻഡേർഡ്. ഒന്നുകിൽ ദൈവം നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരത്തില്ല, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല. രണ്ടിലേതെങ്കിലും ഒന്ന് നടക്കും. അപ്പോൾ ഭർത്താക്കന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യം, ഹല്ലേലൂയ, നമ്മുടെ നാട്ടിലൊക്കെ ഭാര്യമാരെ ചീത്ത വിളിക്കുന്ന ഭർത്താക്കന്മാരുണ്ട്, വിശ്വാസികളും ഉണ്ട്. യെസ്. ഭാര്യമാരെ അബ്യൂസ് ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ട്, ഭാര്യമാരെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഭർത്താക്കന്മാരുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ ഭാര്യമാരെ റെസ്പെക്റ്റ് ചെയ്യണം, ഭാര്യമാരോടുകൂടെ വിവേകത്തോടുകൂടി പാർക്കണം. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ മാത്രമേ അവരും കൃപയ്ക്ക്, അന്നത്തെ കാലഘട്ടത്തിൽ ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് അപ്പോസ്തലനായ പത്രോസ് പറയുന്നത്. അവർ കൃപയ്ക്ക് കൂട്ടവകാശി, കോഹേസ് എന്ന് എഴുതിയിരിക്കുന്നത്, കൃപയ്ക്ക് കൂട്ടവകാശികളാകിയാൽ അവർക്ക് ബഹുമാനം കൊടുപ്പിൻ. റെസ്പെക്ട് യുവർ വൈഫ്. ഹല്ലേലൂയ. സന്തോഷമുള്ളവരെല്ലാം ഭയങ്കര സൈലൻ്റായി, പിൻ ഡ്രോപ്പ് സൈലൻറ്റ്. ഹല്ലേലൂയ. അപ്പോൾ ഭാര്യമാരോടുകൂടെ, ഭാര്യമാരെ സ്നേഹിക്കണം, ഭാര്യമാരെ ബഹുമാനിക്കണം, ഭാര്യമാരെ അബ്യൂസ് ചെയ്യരുത്, ഭാര്യമാരെ വേണ്ടാത്ത വാക്കുകളൊക്കെ പറഞ്ഞ് ചീത്തയൊന്നും വിളിക്കരുത്. നിങ്ങളാരും വിളിക്കത്തില്ല, ഞാൻ നാട്ടിലെ കാര്യം പറഞ്ഞു. ഹല്ലേലൂയ. വേണ്ടാത്തൊന്നും പറയരുത്. നമ്മുടെ നാവിനെ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഭാര്യമാരോട് പറയുകയാണ്, ഭർത്താക്കന്മാർക്ക് നിങ്ങൾ കീഴടങ്ങുവിൻ. ബി സബ്മിസീവ് ടു യുവർ ഹസ്ബൻഡ്. ഭർത്താക്കന്മാരോട് പറയുന്നു, സഭ ക്രിസ്തുവിനെ സ്നേഹിച്ചതുപോലെ, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ, ഹല്ലേലൂയ, നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അപ്പോൾ പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടണമെങ്കിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞേ? യാചിക്കായി കൊണ്ട് കിട്ടുന്നില്ല, യാചിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ മോട്ടീവ് ശരിയല്ലാത്തതുകൊണ്ട് പ്രാർത്ഥനയ്ക്ക് മറുപടി കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ വിശ്വാസം ഇല്ലാത്ത പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല. പിന്നെ എന്താ? നമ്മളിൽ പാപമുണ്ടെങ്കിൽ നമുക്ക് മറുപടിയില്ല. പിന്നെ ദയയില്ലാത്ത, കമ്പാഷനേറ്റ് ആയിട്ടുള്ള ഹാർട്ട് നമുക്ക് വേണം. മറ്റുള്ളവൻ്റെ നിലവിളി കാണുമ്പോൾ തകരാത്തൊരു ഹൃദയമല്ല, തകരുന്ന ഹൃദയം ഉണ്ടാകും. മറ്റുള്ള സഹായിപ്പാൻ കഴിയണം. അടുത്തത്, നമ്മൾ വിവേകമുള്ള ഭർത്താവായിരിക്കണം. ഹല്ലേലൂയ. വിവേകമുള്ള സ്തോത്രം. ഒരിക്കലും അൺറെസ്പോൺസിബിൾ ഹസ്ബൻഡായി മാറരുത്. ഹല്ലേലൂയ. സ്തോത്രം. എല്ലാ കണ്ണുകളും ദൈവത്തിൽ അടയ്ക്കാം. ലെറ്റ്സ് ക്ലോസ് അവർ ഐസ്. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരുന്ന ഒരു ദൈവമുണ്ട്. ഈ പറയപ്പെട്ട എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കണം. വി ഹാവ് ടു കറക്റ്റ്. കർത്താവേ, ഞാൻ പെർഫെക്റ്റ് അല്ല. ദൈവമേ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് നീ മറുപടി തരാത്ത വിധത്തിൽ എൻ്റെ ജീവിതത്തിൽ കുറവുകളുണ്ട്.
കർത്താവ് എന്നോട് ക്ഷമിക്കണമേ എന്ന് എത്ര പേർക്കൊന്ന് പറയാൻ പറ്റും? എല്ലാ കണ്ണുകളും അടഞ്ഞിരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ സഭായം കഴിഞ്ഞെന്നല്ല, പ്രസംഗം തീർന്നെന്നല്ല, എക്സാമിൻ ourselves. കർത്താവേ, ഇതിനകത്തിൽ ഏതെങ്കിലും എൻ്റെ ജീവിതത്തിൽ ഉണ്ടെങ്കിലെന്നല്ല നമുക്കറിയാം. കർത്താവേ, എൻ്റെ കുറവ് എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണേ, എൻ്റെ ജീവിതത്തിലെ മറഞ്ഞിരിക്കുന്ന പാപങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ അവിശ്വാസത്തെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ വിശ്വാസത്തെ ഒന്ന് വർദ്ധിപ്പിക്കണമേ. കർത്താവെ, യാചിക്കേണ്ട വണ്ണം യാചിപ്പാനുള്ള കൃപ തരണമേ. എൻ്റെ മോട്ടീവ്സ് എല്ലാം കറക്റ്റ് ആകട്ടെ കർത്താവേ. ഫ്ലഷ്ലി മോട്ടീവ്സ് എല്ലാം മാറിപ്പോയിട്ട് ഡിവൈൻ മോട്ടീവ്സ് എൻ്റെ ഹൃദയത്തിൽ ഫില്ലാകട്ടെ കർത്താവേ. എൻ്റെ വിശ്വാസത്തെ വർദ്ധിപ്പിക്കണമേ കർത്താവേ. ആമേൻ. ഒരു ഫെയ്ത്ത്ഫുൾ ആയിട്ടുള്ള ഒരു ഹസ്ബൻഡായി, അല്ലെങ്കിൽ റെസ്പോൺസിബിൾ ഹസ്ബൻഡായിരിക്കാനുള്ള കൃപ തരണമേ. കർത്താവിനോട് പറയാം, കർത്താവേ, എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി തരണേ. എൻ്റെ കുറവുകളെല്ലാം ദൈവദാസനിലൂടെ സന്ദേശം കേട്ടു, അതിൽ എൻ്റെ ജീവിതത്തിലുള്ള കുറവുകളെല്ലാം എന്നോട് ക്ഷമിക്കണമേ. എൻ്റെ പ്രാർത്ഥനകളുടെ മറുപടിയെ അവിടുന്ന് വെളിപ്പെടുത്തണമേ. God give me answers for my prayers. എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരണേ അപ്പാ. എൻ്റെ പ്രാർത്ഥനയുടെ മറുപടി വൈകരുതേ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, ദാവീദ് ഹൃദയം കൊണ്ട് പ്രാർത്ഥിച്ച ദൈവത്തോട്, ഹല്ലേലൂയ, ദൈവമേ, നീ നിന്റെ മുഖം മറയ്ക്കുന്നത് എന്തുകൊണ്ട്? എൻ്റെ പ്രാർത്ഥനയ്ക്ക് എന്താ മറുപടി തരാത്തത്? ഹല്ലേലൂയ. കേൾക്കണമേ, അഭിഷേക തൈലം വീണിട്ട് നീണ്ട 15 വർഷങ്ങൾ ദാവീദ് പലവിധമാകുന്ന പ്രതിസന്ധികളിലൂടെ കടന്നുപോയതിനു ശേഷമാണ് അവൻ രാജസ്ഥാനത്തേക്ക് വന്നത്. അവൻ പ്രാർത്ഥനയോടും കണ്ണുനീരോടും കൂടെ ഇങ്ങനെ അലഞ്ഞു നടക്കുക. അവൻ്റെ മേലുള്ള വിളി രാജകീയമാണ്. അവൻ പ്രാർത്ഥിക്കുക, ചില സമയത്ത് പ്രാർത്ഥിക്കും, ദൈവമേ, നീ എന്തുകൊണ്ടാണ് നിന്റെ മുഖം മറച്ചു കളയുന്നത്? ദൈവമേ, നീ എന്തുകൊണ്ടാണ് എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരാത്തത്? ഹല്ലേലൂയ. ദാവീദേ, നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഞാൻ നൽകും, പക്ഷേ സമയമായിട്ടില്ല. ടൈം ഹാസ് നോട്ട് യെറ്റ് കം. ഹല്ലേലൂയ. സമയം വന്നിട്ടില്ല. നിനക്ക് വേണ്ടി വെച്ചിട്ടുള്ള സമയമുണ്ട്. നിന്നെ രാജസ്ഥാനത്തേക്ക് ഉയർത്തുന്നൊരു സമയമുണ്ട്. യെസ്, വാഗ്ദത്തം ചെയ്ത ഞാൻ അത് നിവർത്തിക്കും. നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ഉണ്ട്. നിന്റെ കണ്ണുനീര് മറുപടി ഉണ്ട്. നിന്റെ യാചനകൾക്കും ഉത്തരമുണ്ട്. സമർപ്പിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ കുറവുകളെല്ലാം എന്നോട് ക്ഷമിച്ച്, എൻ്റെ പാപങ്ങളെല്ലാം എന്നോട് ക്ഷമിച്ച്, അവൻ എൻ്റെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. റൈറ്റായിട്ടുള്ള പ്രയർ നടത്താൻ എനിക്ക് കൃപ തന്നെ. പ്രാർത്ഥിക്കാം.